കട്ടൻ ടോക്സിൽ ഇന്ന് പാരൻസിന് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുതിയൊരു എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വരുന്നതോടുകൂടി പ്രാക്ടിക്കലായിട്ട് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നത് അല്ലേ? പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ ഇത് എന്തൊക്കെയായിരിക്കും ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പ്രാക്ടിക്കലി വരുന്ന ഒരു ചേഞ്ചസ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ഓർമ്മയിലൊന്നും ഇങ്ങനെ ഒരു ചേഞ്ച് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എത്ര വർഷം മുന്നേ ആയിരുന്നു മുൻപ്? ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷം ആയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ട്. ഒന്നും വരുത്താ ഒരു മാറ്റവും ഇല്ലാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അതൊരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പദ്ധതികളിങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ റിസർച്ചുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാകുന്നത് 30 വർഷത്തിന് ശേഷമാണ്. അത് ചരിത്രപരമായിട്ടുള്ളൊരു വ്യത്യാസമാണ് വരാൻ പോകുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്ന, ഞാൻ അതിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ +2 സെറ്റപ്പ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഇത്രയും നാളുകൾ 10+2 അതെ 10+2. ഇനി അത് മാറിയിട്ട് നമ്മൾ +2 എന്നുള്ളത് ആ ഒരു സെറ്റപ്പ് തന്നെ മാറുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിന് വ്യത്യാസം വരികയാണ്. ഇതിന് 4 ഫേസ് ആയിട്ടാണ് ഇതിന് വരാൻ പോകുന്നത്. ഒന്ന് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, പിന്നെ സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ ഈ 4 ലെവലിലായിട്ട് 5, 3, 3, 4 ഇങ്ങനത്തെ ഇതാണ് ഇത്രയും വർഷങ്ങളാണ് ഓരോ ലെവലിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5, 3, 8, 8, 16. അത്രയും നേരത്തെ നമുക്ക് +2 വരെ ഉള്ളൂ. +2 കഴിഞ്ഞാൽ അവന് നേരെ പിന്നെ അടുത്ത കോളേജിലേക്കാണ്, കോളേജ് ലെവലാണ്. ഇത് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് വരെ നമ്മൾ ഈ 18 വയസ്സ് വരെ അവിടെ സെക്കൻഡറി സ്റ്റേജാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 വയസ്സിൽ നമ്മൾ കിൻഡർ ഗാർട്ടനിൽ അല്ലെങ്കിൽ നമ്മളെ പ്ലേ സ്കൂളിൽ നമ്മളെ കുട്ടികളെ വിടുകയാണ്. അത് 5 വർഷത്തേക്ക് എടുക്കും. 5 വർഷമുണ്ട് ഈ പ്ലേ സ്കൂളും 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സുമായിട്ട് 5 വർഷം. അപ്പോൾ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അക്കാഡമിക് രീതി? ഇപ്പം നമ്മളിപ്പോൾ മാർച്ചിൽ അല്ലെങ്കിൽ ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ വരെ ആ ഒരു വർഷം. അതെ, അതങ്ങനെ തന്നെയാണ്. അതിന് വ്യത്യാസം വരുത്തുന്നില്ല. കാലം അതുപോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇയറിലുള്ള വ്യത്യാസങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. 5 വർഷം നമ്മുടെ ഈ ഫൗണ്ടേഷണൽ സ്റ്റേജ് നിൽക്കും. 3ാം ക്ലാസ്സിൽ 3 വയസ്സിൽ തുടങ്ങും കുട്ടികൾ. നമ്മളല്ലെങ്കിൽ 5 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 3 വയസ്സിൽ തുടങ്ങി അത് ഈ 8 വയസ്സ് വരെ ഒരേ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും കരിക്കുലത്തിലും വ്യത്യാസം വരും. കരിക്കുലത്തിലും കാര്യമായ വ്യത്യാസം തന്നെ വരും. കാരണം ഇപ്പോഴും നമ്മൾ ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തൊരു പ്രോഗ്രാം വെച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്നത് ഇപ്പോൾ നമുക്കറിയാം AI-യുടെ കാലമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്യുകൊണ്ട് സാങ്കേതിക പരിജ്ഞാനം കൂടുതലുണ്ടാകുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ രീതിക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് ഇത് കുറച്ചും കൂടി ഉറപ്പ് നൽകുന്ന ഒരു വ്യത്യാസമാണ് ഇതിനകത്ത് വ്യത്യാസം വരാൻ പോകുന്നത്. അപ്പോൾ ഈ 18 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് ഈ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ലിറ്ററസി റേറ്റ് കൂടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് അവൻ പോയില്ലെങ്കിൽ പോലും കൂടി നമ്മുടെ ലിറ്ററസി റേറ്റ് ഇതിൽ ഒത്തിരി വ്യത്യാസം വരും. ഓക്കെ, അപ്പം 3 മുതൽ നമ്മളിപ്പോൾ 8 വയസ്സ് വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് അത്രയാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. പിന്നെ 6, 7, 8 അത് മിഡിൽ സ്റ്റേജ്. പിന്നെ 9, 10, 11, 12 സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇത്ര വർഷം ഒരു ഡിഫറൻസ് വരുന്നത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഈ ആദ്യത്തെ സ്റ്റേജിലാണ്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ നേരത്തെ തുടങ്ങും. കുട്ടികളെ നമ്മൾ നേരത്തെ തൊട്ട് കിൻഡർ ഗാർട്ടനിലേക്ക് നമ്മൾ വിടുവാണ്, നേരത്തെ സ്കൂളിൽ വിടുവാണ്. അപ്പോൾ ആദ്യം മുതലേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം എന്താണ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വലിയ ഫോമലായിട്ട് പഠിക്കുകയല്ലല്ലോ. പക്ഷേ അവർക്ക് കുറേയും കൂടി ജീവിതം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇതിനകത്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് ഗുണകരമാകുന്നത് തന്നെയാണ്. എല്ലാ വിദ്യാഭ്യാസ വിദഗ്ധരും പല പഠനങ്ങളിലും ഒത്തിരി നാളത്തെ പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിയിലുള്ള ചേഞ്ചസും. ഡിഗ്രി ലെവലിൽ എന്ന് പറയുന്നത് നമുക്ക് അതിനേക്കാളും ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മളൊക്കെ പഠിച്ചത് പ്രീ ഡിഗ്രി, പിന്നെ PG, പിന്നെ MPhil അല്ലെങ്കിൽ PhD, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ചെയ്യാമായിരുന്നു. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MPhil ഇല്ല. ഇനി MPhil എടുത്തു കളഞ്ഞു. അങ്ങനെ ഒരു കോഴ്സ് തന്നെ ഇല്ല.
അതൊരു വ്യത്യാസം. പിന്നെയുള്ളത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് എടുക്കാം. നേരത്തെ നമുക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇഷ്ടമുള്ള എനിക്കിപ്പോൾ ഞാൻ BSc എടുക്കണം, BSc സയൻസ് അല്ലെങ്കിൽ BSc ഫിസിക്സ് എടുക്കുന്ന ആൾക്ക് BSc കൊമേഴ്സ് അല്ല BCom കൂടി ഒപ്പം പഠിക്കാം. അപ്പോൾ ഒരേ സമയത്ത് 2 ഡിഗ്രി പഠിക്കാം. അത് ശരി. 2 or 3 ഡിഗ്രി പഠിക്കാം. അത് നമ്മുടെ കാലിബർ അനുസരിച്ച്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. എത്ര ഡിഗ്രി വേണമെങ്കിലും ഒരേ സമയത്ത് ചെയ്യാം. നമ്മൾ ഒരു വർഷമേ നമ്മളത് പഠിച്ചുള്ളൂ, ഒരു വർഷമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് സെക്കൻഡ് ഇയറിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു വർഷത്തെ. പിന്നെ അല്ല 2 വർഷമാണെങ്കിൽ അതിന് ഡ്രോപ്പ് ഔട്ട് ആവുന്നില്ല, ഡ്രോപ്പ് ഔട്ട് ഇല്ല, റിട്ടൻഷൻ സ്റ്റേജ് അത് അങ്ങനത്തെ ഒരു സംഭവം വരാൻ പോകുന്നില്ല. അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നുന്നു വരും തലമുറയ്ക്ക് അത് ഭയങ്കര ഗുണകരമാകും. പിന്നെ കാരണം അവർക്കിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സബ്ജക്റ്റ് പോരാ, എനിക്ക് മറ്റേതായിരിക്കും കുറച്ചും കൂടി അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുറച്ചും കൂടി ചോയ്സും കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടാകുന്നുണ്ട് പിള്ളേർക്ക്. അപ്പോൾ അത് നല്ലൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് മീൻസ് എക്സിറ്റ് ആവുകയാണെങ്കിൽ, എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്ത ഏത് കോഴ്സ് വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം, ഏത് കോഴ്സിലേക്കും കണ്ടിന്യൂ ചെയ്യാം, പുതിയ കോഴ്സ് ചെയ്യാം. അപ്പം 4 വർഷം എടുക്കും നമ്മുടെ ഈ ഡിഗ്രി വിത്ത് PG ഇറങ്ങുകയാണ്. 4 വർഷം കൊണ്ട് 4 വർഷം തുടർച്ചയായിട്ട് പഠിക്കുന്ന ആ വിദ്യാർത്ഥിക്ക് പോസ്റ്റ് ഗ്രാജുവേഷനാണ് പിന്നെ കിട്ടുന്നത്. MA അല്ലെങ്കിൽ MSc ആ ഡിഗ്രിയുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇതെന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇതിപ്പോൾ ശരിക്കും 2023-24 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് പല സ്ഥലങ്ങളും പല യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും ഇതിനെ ഒരു ഭയത്തോടു കൂടി കാണുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും അത് അങ്ങ് അപ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് അത് ഈ 24 സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 15 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി മാറിയിരിക്കും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പം പ്രവാസ ലോകത്ത് ഇത് എങ്ങനെയാണ് എഫക്റ്റ്? ഇത് പ്രവാസ ലോകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെക്കുറിച്ചൊരു കൺസേൺ എപ്പോഴും ഉണ്ട്. നമുക്കൊരു ഭയമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് നാളെ എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം, അല്ലെങ്കിൽ എവിടെ പഠിക്കും, എങ്ങോട്ട് പോയി പഠിക്കും. ഇപ്പോൾ ഇത്തരം ട്രെൻഡ് നമുക്കറിയാം. ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇങ്ങനെ ഒരു വിദേശ പഠനം ആണ് കൂടുതലും നമ്മുടെ കുട്ടികളെ വിടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രവാസികൾക്ക് തീർച്ചയായിട്ടും ഇവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 14 വർഷം അല്ലെങ്കിൽ ഈ 18 വർഷം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്രയും എടുത്തു, ഇത്രയും വിദ്യാഭ്യാസം കിട്ടി. അത് കഴിഞ്ഞിട്ട് അവർ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനോട് കൂടിയാണ് ഈ ഡിഗ്രി പൂർത്തിയാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളും നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് അഫിലിയേഷൻ കൊടുക്കാൻ പോവുകയാണ്. അത് നമുക്കൊരു വലിയൊരു ഗുണകരമായിട്ടുള്ള, കാരണം നമ്മുടെ പല പ്രവാസികൾക്കും പേരൻസിനും ചിലപ്പോൾ കുട്ടികളെ ഇത്രയും പൈസ കൊടുത്ത് വെളിയിൽ വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർക്ക് ഗുണകരമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുമായിട്ട് എനിക്ക് അവിടുത്തെ സർട്ടിഫിക്കറ്റാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നാട്ടിലുള്ള ചിലപ്പോൾ JNU കേംബ്രിഡ്ജുമായിട്ട് അഫിലിയേഷൻ ആകും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആ കോഴ്സ് നമുക്ക് ചെയ്യാം. പിന്നെ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനും ഓഫ്ലൈനും നമുക്കിത് ചെയ്യാനുണ്ട്. എല്ലാ കോഴ്സുകൾക്കും തന്നെ അതിനുള്ളൊരു സൗകര്യങ്ങളും കൂടി ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നുണ്ട്. ഡിസ്റ്റൻസും ഉണ്ട്. അതൊരു വലിയൊരു ഇതായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ലെവൽ ആയിട്ട് പാരലായിട്ട് അതെ തീർച്ചയായിട്ടും അത് നമുക്ക് ഏതാണ്ട് തുല്യത തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മറ്റ് രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളും നമ്മുടെ ഡിഗ്രീസിന് കൂടുതൽ വാല്യൂ നൽകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. ഇപ്പോൾ നമുക്കത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ചില കോഴ്സുകൾക്കും ചില ഡിഗ്രികൾക്കും അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾക്കും അത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും അത് ഈക്വലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം. പിന്നെ ഈ ഒരു എക്സാം സിസ്റ്റത്തിലും ചേഞ്ചസ് വരും. എക്സാം സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾ ചില കുട്ടികൾക്ക് അത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നം വരുന്നത് 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മാത്രമാണ് പരീക്ഷയുള്ളത് പുതിയ രീതി. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ എന്ന് നമുക്കിപ്പോൾ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ മോൾ ഉൾപ്പെടെ പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നത് വളരെ നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഒരു കുട്ടി പരീക്ഷ എഴുതേണ്ടത് 3rd, 4th, 3rd, 5th, 8th പിന്നെ വരുന്നത് 9th, 10th. അത് നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. അതിന് മാറ്റമില്ല. അപ്പോൾ ഈ ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സുകാരന് ഗുണം കിട്ടും. 4ാം ക്ലാസ്സുകാരന് ഗുണം കിട്ടും. 4ാം ക്ലാസ്സിലില്ല, 7ാം ക്ലാസ്സിലില്ല. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അവർക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ഇനി അവർക്ക് 8ാം ക്ലാസ്സിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, +1, +2 അതും ഒരു അതായത് ഈ 11ാം ക്ലാസ് 12ാം ക്ലാസ് സെക്കൻഡറി സ്റ്റേജിൽ വരുന്നത് അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം.
ഇപ്പോഴും ഇഷ്ടമുള്ള വിഷയമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും അവർ 1 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ മാറ്റം വരുത്താം. തിരഞ്ഞെടുത്ത വിഷയത്തിൽ. പിന്നെ അവരുടെ പരീക്ഷയിലാണെങ്കിലും ചില ഇതുണ്ട്. ഞാനിപ്പോൾ ഈ വർഷം ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ എനിക്കതിപ്പോൾ എഴുതേണ്ട കാര്യമില്ല, അവിടെ ഞാൻ ഡ്രോപ്പ് ഔട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോൾ വെൽ പ്രിപ്പയർഡ് ആവുന്നോ, വില്ലിങ് ആവുന്നോ, അന്നേരം എനിക്ക് എക്സാം എഴുതിയാൽ മതി. അങ്ങനെ ഒരു ഫ്രീഡം അതിനകത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആകും, കുറച്ചും കൂടി സ്റ്റുഡൻറ് ഓറിയന്റഡ് ആവുന്നു. അപ്പോൾ അവരുടെ ചോയ്സും അവർക്ക് കുറച്ചും കൂടി. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ അറിയാമല്ലോ, കുട്ടികൾക്ക് എല്ലാ വിവരങ്ങളും നമ്മളെക്കാൾ കൂടുതൽ അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പം നമ്മളിത് പറയാതെ തന്നെ ഈ കുട്ടികൾക്കെല്ലാം അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമുണ്ട്, അവരത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഈ അവസരങ്ങളും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടി മെൻ്റലി പ്രിപ്പയർഡ് ആകും, കുറച്ചും കൂടി മച്ചുവേർഡ് ആകുന്നു, അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഡിസിഷൻസ് സെൽഫ് റിലയൻ്റ് ആകുന്നു എന്നൊക്കെയുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ട്രഡീഷണൽ ലേണിങ്ങിൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് ഇതിന് വരുന്നത്? അത് നല്ല ചോദ്യമാണ് ചേച്ചി ചോദിച്ചത്. കാരണം ട്രഡീഷണൽ ലേണിങ്ങിനകത്ത് നമുക്ക് കമ്പൽസറി ആണ് ഇന്ന സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചേ പറ്റൂ. അതിൽ അവൻ അല്ലെങ്കിൽ അവള് പ്രാവീണ്യമുള്ള ആളാണേലും അല്ലേലും ഏബിൾ ആണേലും ഒക്കെ അത് തന്നെ പഠിച്ച് ഈക്വലി കമ്പീറ്റ് ചെയ്യണം മറ്റ് കുട്ടികളുമായിട്ട്. അങ്ങനെ ഒരു മത്സരബുദ്ധി നമ്മുടെ കുട്ടികളുടെ ഇടയിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് വരുമ്പോഴേക്കും ആ മത്സരബുദ്ധിയുടെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അവരെല്ലാവരും ഇപ്പോൾ ഓരോരുത്തരും, ഇപ്പോൾ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല ചേച്ചി എടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ പല വിഷയങ്ങളിൽ ഇത് എന്താ കൊടുക്കുന്നത്, അവർ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ അത് പ്രയോറിറ്റൈസ് ചെയ്ത് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കിട്ടും, ആരും തോൽക്കുന്നൊരവസ്ഥ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മത്സരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് ജോബ് മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യില്ലേ? ജോബ് മാർക്കറ്റിൽ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യത നമുക്ക് പറയാം. പക്ഷെ അത് ഇനി ഭാവിയിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇതിലപ്പോൾ വൊക്കേഷണൽ അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ധാരാളം പ്രാധാന്യമുണ്ട്. ജോബ് ഓറിയന്റഡ് ആണ് കോഴ്സുകളെല്ലാം. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ, ഇപ്പോൾ ഞാനൊക്കെ ലിറ്ററേച്ചർ പഠിക്കുമ്പോഴേക്ക്, ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ലിറ്ററേച്ചർ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പഠിച്ച ഒരവസ്ഥയായി പോയി. ഇവിടെ നമ്മൾ ലാംഗ്വേജിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ടും ഈ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നതോടുകൂടി കുട്ടികൾ കുറച്ചും കൂടി അവരും കുറച്ചും കൂടി വൊക്കേഷണൽ ആ ഒരു ഓറിയന്റേഷൻ ചെറുപ്പം മുതൽ തന്നെ കിട്ടും. എന്തിലാണ് അവർക്ക് താല്പര്യം മനസ്സിലാവാനുള്ള അത് 3 വയസ്സ് തൊട്ടേ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ടീച്ചേഴ്സ് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത്, അത് നമ്മുടെ യൂറോപ്യൻ സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഏത് ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാലും ആ കുട്ടി അവർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരത് ഡയറക്റ്റ്ലി ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ്ലി ആണ് നമ്മുടെ കുട്ടികളെ അവർ അസസ് ചെയ്ത് ആ കുട്ടികളെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർ ഡൈവേർട്ട് ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞ് ഈ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നേരത്തെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് അവനെ വിടുന്ന ഒരവസ്ഥയില്ല. അവന് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫായിട്ട് അവൻ്റെ ഒരു 20 വയസ്സ് 15 വയസ്സായി കഴിയുമ്പോഴേക്കും അവന് തിരിച്ചറിവ് സ്വയം ആയിക്കഴിഞ്ഞു, അവൻ ഏത് ഫീൽഡാണ് അവൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിനകത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഗുണകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. മീനിനെ പിടിച്ച് മരം കയറ്റുക ആ ഒരു സിസ്റ്റം മാറി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ജയിച്ചാൽ മതിയായിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ലേണിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കുറെ മിസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും, സോഫ്റ്റ് സ്കിൽസ് അല്ലെ? പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലൈഫ് എങ്ങനെ ഫേസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു സംഭവം ഇതിൽ ഇൻക്ലൂഡ് ഉണ്ട്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചേച്ചി പറഞ്ഞത്. അതായത് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്കില്ല നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ. ഇപ്പം ഞാൻ തന്നെ ഓർക്കാറുണ്ട്, നമ്മുടെ വീട്ടിലൊരു ബൾബ് ഫ്യൂസായി കഴിഞ്ഞാൽ ആ ബൾബ് എനിക്ക് ഫീസായി കഴിഞ്ഞാൽ ഇടാൻ ഒരു പക്ഷേ എനിക്ക് ഇപ്പം സാധിക്കുമായിരിക്കാം. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യത്തില്ല. നമ്മളിപ്പോൾ ആണെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തുമില്ല. അവരത് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഉടനെ ടെക്നീഷ്യൻ വിളിക്കുന്നു, അവൻ വരുന്നു, മാറുന്നു, നമ്മുടെ പൈസ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കേണ്ടി വരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയ ഒരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെയുള്ള ടെക്നിക്കൽ നോഹൗ എല്ലാ ഫീൽഡിലും അവന് ഒരു പ്ലംബിങ്ങിനെ കുറിച്ച്, വീട്ടിലൊരു പൈപ്പ് ലീക്കായി കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പയർ ചെയ്യാം, ലൈറ്റ് ഫീസായി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, ഒരു കസേരയ്ക്ക് എന്തെങ്കിലും ഒരു സ്ക്രൂ പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഫിറ്റ് ചെയ്യാം,
ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു അട്രാക്ഷൻ എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത്. ഇതാണ് എല്ലാ കുട്ടികളും ഇതെല്ലാം അറിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ 12ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളോട് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ലൈഫ് സ്കിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിനെ ഫേസ് ചെയ്യാനും ഇവർക്കറിയില്ല. നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നതല്ലല്ലോ ചിലപ്പോൾ ജീവിതം ശരിക്കും പ്രാക്ടിക്കലി വരുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് യുക്തമാകുന്ന അല്ലെങ്കിൽ അതിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ജോബ് ഓറിയന്റഡ് കോഴ്സസ് അല്ലെങ്കിൽ ഈ വൊക്കേഷണൽ കോഴ്സസ് വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും വരുന്ന തലമുറയ്ക്ക് കിട്ടാൻ പോകുന്നത്. അതൊരു വലിയ കാര്യമായിരിക്കും. ഈ സോഫ്റ്റ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ കോൺവെർസേഷൻസ് എങ്ങനെ ചെയ്യാം, ഫിനാൻഷ്യൽ ലിറ്ററസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ വേണ്ടത് കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ അതെ ലൈഫ് ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ചും കൂടി ധൈര്യം വരും, കോൺഫിഡൻറ്റ് ലെവലിൽ കൂട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫിനാൻഷ്യൽ സ്കിൽസ് നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറവാണ്. കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാണ്ട് ഇത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം നമ്മുടെ തലമുറ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് മനക്കണക്ക് കൂട്ടി നമ്മൾ കാര്യങ്ങളെല്ലാം പറയും, ഇതെല്ലാം ചെയ്യാറുണ്ട്. അല്ല, എനിക്ക് നമ്മുടെ ട്രഡീഷണൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വരുന്നതിന് മുമ്പൊക്കെ യൂണിവേഴ്സിറ്റി ഗുരുകുല വിദ്യാഭ്യാസം വരുന്ന സമയത്ത് അന്നൊരു ഇമോഷണൽ ബോണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, മെറ്റാഫിസിക്സും ഫിലോസഫീസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതങ്ങോട്ട് ഒരു ഫിക്സഡ് ഒരു ഇതിലോട്ട് മാറി, ഒരു കരിക്കുലത്തിലോട്ട് മാറി. അപ്പൊ വീണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൈഫ് റിലേറ്റഡ് ലൈഫ് ഓറിയന്റഡ് ആയിട്ട് തന്നെ കോഴ്സുകൾ വരുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായി വരുന്നത്. നല്ലൊരു കാലഘട്ടം. ഇത് ടീച്ചേഴ്സിനെ എങ്ങനെയാ ബാധിക്കാൻ പോകുന്നത്? ടീച്ചേഴ്സിനെ ഇത് ബാധിക്കാന്ന് പറഞ്ഞാൽ BEd ആണ് ടീച്ചേഴ്സിന് സാധാരണ ഇതിൽ നമുക്കറിയാമല്ലേ. BEd അല്ലെങ്കിൽ BA അല്ലെ BSc BEd അല്ലെ MA BA MA ആ ഒരു കോഴ്സ് വെച്ചുകൊണ്ടാണ് ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി BEd 1 വർഷമായിരുന്നത് ഇപ്പോൾ 2 വർഷം ആക്കിയായിരുന്നു. നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ 2 വർഷമാണ്. ഇനി അത് ഇതിന്റെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 വർഷത്തേക്കാകും BEd. അപ്പോൾ ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിനെ അത് ബാധിക്കും? ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിനെ അത് ബാധിക്കത്തില്ല. ഇനിയുള്ള ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ പുതിയ അപ്പോയിന്റ്മെന്റ്സ് വരുന്നതും പുതിയ കോഴ്സുകൾ അങ്ങനെയാണ് വരുന്നത്. കോഴ്സുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം 4 വർഷത്തെ BEd ഡിഗ്രിയാണ് വരാൻ പോകുന്നത്. അത് ആണ് അവർക്ക് കിട്ടുന്ന അവർക്കുണ്ടാകുന്ന ടീച്ചേഴ്സിനെ പൊതുവിൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം. അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം BEd 2 വർഷം കൊണ്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത് ഈക്വലൈസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. 4 വർഷം കൊണ്ട് BEd കിട്ടുന്നു. BEd കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എലിജിബിലിറ്റി ആയി, അല്ലെങ്കിൽ എലിജിബിൾ ആവുന്നു ടു ബി എ ടീച്ചർ. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റേഷൻ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ തുടങ്ങണം എന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അതിലേക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അത് ഒരു പൈപ്പ് ലൈനിലാണെന്ന് നമുക്ക് പറയാം. ഒരു 15 വർഷത്തിനുള്ളിൽ എന്തായാലും ഇത് നടപ്പിലാകും. അത് നടപ്പിലാകുന്ന എത്രയും പെട്ടെന്ന് നടപ്പിലാകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പം ഈ ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി, പുതിയ വിദ്യാഭ്യാസ നയം അല്ലേ, ഇത് വന്നു കഴിയുമ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഓരോ കുട്ടികൾക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട്, പല ഇൻഡിവിജ്വൽസ് ഉണ്ട്, എല്ലാവരും കൂടെ അത് ഫോളോ ചെയ്ത് അതിനെ കമ്പീറ്റ് ചെയ്ത് ആ ഒരു രീതിയാണ്. അപ്പൊ അതിൽ നിന്നും മാറി ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ കഴിവിന് ഒപ്പിച്ച്, കാരണം ഓരോ കുട്ടികൾക്കും ഓരോ ലേണിംഗ് സ്കിൽസ് ആയിരിക്കും, ഡിഫറെന്റ് ഇന്റലിജൻസ് ആയിരിക്കും. ഒരു ചെറിയൊരു കാര്യം അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയതുണ്ട്. 5 വയസ്സ്, അതായത് നമ്മുടെ ഈ 1ാം ക്ലാസ് തൊട്ട് ഈ കിൻഡർഗാർട്ടൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഈ 5 വയസ്സ് വരെ മാതൃഭാഷ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മറ്റ് ക്ലാസ്സുകളിലേക്ക്, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാതൃഭാഷ നിർബന്ധമല്ല. ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഭാഷ ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. പ്രാക്ടിക്കലി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ചേഞ്ചാണ്, ഒരു ചരിത്രപരമായ, കുട്ടികൾ അവരുടെ കഴിവുകൾ അനുസരിച്ച് അവരുടെ രീതിയിൽ അങ്ങ് വളരാനുള്ള ഒരു മോർ ഫ്രീ ആയിട്ടുള്ള, അല്ലേ, കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം. എന്തായാലും നേരത്തെ ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വീണ്ടും ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഇൻപുട്സ് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാം. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കട്ടനുമായിട്ട് കാണാം. ഞങ്ങളിവിടെ തന്നെ ഉണ്ട്.